ഞങ്ങൾക്ക് കുറച്ചായിട്ട് നല്ല 8ൻ്റെ പണികളാട്ടോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിന് വേണ്ടി റെസ്റ്റ് എടുക്കാൻ പോലും സമയമില്ല. അപ്പോഴേക്കും വരിവരായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇന്നലെ രാത്രി മുതൽ അല്ലുക്കുഞ്ഞിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. മിനിങ്ങാന്ന് മുതൽ ചെറുതായിട്ട് പനി സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഇത് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്നലെ നൈറ്റ് ആയപ്പോഴേക്കും ശ്വാസം മുട്ടൽ കൂടിയിട്ട് ഒട്ടും രീതിക്ക് ശ്വാസം വലിക്കാത്ത ബുദ്ധിമുട്ടായിട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ പറ്റുന്ന പോലെയൊക്കെ നെബുലൈസേഷൻ കൊടുത്തു, എന്നിട്ടൊരു കാര്യം ഉണ്ടായില്ല. വെളുപ്പിന് 4 മണിക്ക് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലും കൊണ്ടുപോയി, എന്നിട്ടും കുറഞ്ഞില്ല. പിന്നെ നമ്മൾ ഓർത്ത് സ്ഥിരമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കാണിക്കാനായിട്ട് തൃപ്പൂണിത്തുറ പോയിട്ടോ. ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ വൻ ക്യൂ ആയിരുന്നു. അവിടെ 49ാമത്തെ നമ്പറാണ് കിട്ടിയത് കേട്ടോ. ഉച്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവസാനം ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു നല്ല ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അഡ്മിറ്റ് ആക്കിയാൽ മാത്രമേ അത് ഫുൾ ഭേദമാകുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു കാലാവസ്ഥയുടെ ചേഞ്ച് കാരണമാണ് പിള്ളേർക്ക് എല്ലാം ശ്വാസം മുട്ടലും പനിയൊക്കെ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആകും. അല്ലുക്കുഞ്ഞാണെങ്കിൽ കുറേ ദിവസമായിട്ട് പനിച്ച് കിടന്നൊന്നുമില്ല കേട്ടോ. ഒറ്റ ദിവസം കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം മുട്ടലായത്. എന്തായാലും അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തൃപ്പൂണിത്തുറ അഡ്മിറ്റ് ആക്കൽ പോസിബിൾ അല്ല, നമുക്ക് എല്ലാവർക്കും പോയി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെ കൂത്താട്ടോളത്ത് നമുക്ക് അഡ്മിറ്റ് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ അഡ്മിറ്റ് ആക്കണമെങ്കിൽ അവിടുത്തെ ഡോക്ടറെ കാണുമല്ലോ. ഫുഡ് എന്ത് കൊടുത്താലും കഴിക്കുന്ന കൊച്ചായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഒരു സാധനം കഴിക്കത്തില്ല. അപ്പോൾ രാവിലെ ദോശയും കഴിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ 4 മണിയായപ്പോൾ ഒരു ദോശ അവിടെ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. ചോറൊക്കെ തീർന്നായിരുന്നു ആ സമയമായപ്പോൾ കേട്ടോ. ശ്വാസം മുട്ടൽ നന്നായിട്ടുള്ളതുകൊണ്ട് തന്നെ എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കൂടാണ്ട് പിന്നെ ഇൻഫ്ലുവൻസ എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ്, അത് മറ്റേ സ്വാബൊക്കെ വെച്ചിട്ട് മൂക്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതും ചെയ്തു. അത് ചെയ്തപ്പോൾ വൻ കരച്ചിലായിരുന്നു. അങ്ങനെ അഡ്മിഷൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. റൂമൊന്നും തന്നെ ഒഴിവില്ലായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് റൂം കിട്ടി. അപ്പോൾ എന്തായാലും ഞാനും കൂടെ നിൽക്കണം, ഞങ്ങൾ 4 പേരും നിൽക്കണം. തെച്ചൂട്ടി ഞാൻ കൊണ്ടുവരണം, കാരണം തെച്ചൂട്ടി അവിടെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുവരെ മാറി നിൽക്കാത്തതുകൊണ്ട് തന്നെ തെച്ചൂട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരണം. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുവാണ് അഡ്മിഷൻ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ ക്യാനിൽ കുത്തുമല്ലോ, അതിനും ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ നമ്മൾ ക്യാനിൽ കുത്തുന്നതിന് തൊട്ട് മുന്നേറ്റൊരു മാതാവിൻ്റെ രൂപം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഏട്ടൻ പേഴ്സിൽ നിന്ന് എടുത്ത് ഒരു നേർച്ച ഇട്ടു കേട്ടോ. ഇട്ടതിന് ശേഷം പിന്നെ നോക്കിയപ്പോൾ ഏട്ടയുടെ പേഴ്സേ കാണാനില്ല. അങ്ങനെ അത് തപ്പി കുറേ നേരം നടക്കുമായിരുന്നു കേട്ടോ. ഫൈനലി നമുക്ക് റൂം കിട്ടിയതായിട്ട് നമ്മുടെ റൂം ഒരു 2 വലിയ ബെഡും 2 ചെറിയ സെറ്റ് പോലത്തെ ഒരു ബെഡും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 4 പേർക്ക് എന്തായാലും വിശാലമായിട്ട് കിടക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏട്ടയാണെങ്കിൽ ഇതേ പോയിട്ട് അല്ലുക്കുഞ്ഞിനെ ചെതച്ചൂട്ടിനെ കൊണ്ടുവരാൻ വേണ്ടി പോയേക്കോട്ടെ. പിന്നെ കുറേ ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ, അതിൽ കുറച്ച് ദിവസം നിൽക്കണമല്ലോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോയേക്കുവാണ്. സിസ്റ്റർമാർക്ക് ഇടയ്ക്കൊക്കെ വന്നിട്ട് ടെമ്പറേച്ചറും സാച്ചുറേഷനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ തന്നെ അല്ലുക്കുഞ്ഞിന് സാച്ചുറേഷൻ 94 ശ്വാസം മുട്ടലായിട്ട്. ഇപ്പോൾ 98 ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നിഖിലേട്ടൻ വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഏട്ടയെ പോയിട്ട് തെച്ചുട്ടിനെ കൊണ്ടുവന്നേ. ആൾ 2 സെറ്റ് കളിപ്പോട്ടൊക്കെ ആയിട്ട് വന്ന. ചേട്ടയ്ക്ക് എന്തായാലും വയ്യാണ്ട് കിടക്കുമല്ലേ, അപ്പോൾ കളിക്കണമല്ലോ. അങ്ങനെ കളിപ്പോട്ടൊക്കെ പെറുക്കിക്കൊണ്ടാണ് വന്നേക്കുന്നത്. 2 കൊട്ട നിറച്ചും കളിപ്പാട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെ അനിയനൊക്കെ വന്നു. പിന്നെ അവൻ കഞ്ഞിയൊക്കെ ആയിട്ട് വന്ന. കഞ്ഞി, അച്ചാറ്, പപ്പടമൊക്കെ ആയിട്ട് അമ്മച്ച് കൊടുത്ത് വിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടെ കഴിക്കുവാണ്. ഇനിയിപ്പോൾ കുറച്ചൊന്നും കഞ്ഞിയൊക്കെ കൊടുത്താൽ മതിയല്ലോ. പല്ലുക്കുഞ്ഞിനാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സിന് ട്രിപ്പൊക്കെ പോകുന്നുണ്ട്. പിന്നെ തെച്ചൂട്ടി ഞാൻ മേല് കഴിപ്പിച്ചു. അതിന് തന്നെ എനിക്കൊന്ന് ഫ്രഷ് ആവണം. രാവിലെ വെളുപ്പിന് ഇറങ്ങിയ സമയത്തിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. അങ്ങനെ അവർക്ക് ഫുഡ് കഴിച്ച് ഞങ്ങൾ കഞ്ഞി തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ഇവിടുത്തെ ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പോയി വാങ്ങിക്കണം. പിന്നെ ഉച്ചയ്ക്ക് നൈറ്റോട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നോളൂ. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ വീട്ടിലേക്ക് കിട്ടാം. ശ്വാസം മുട്ടൽ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നെബുലൈസേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം ചെയ്ത് പെട്ടെന്ന് തന്നെ ഭേദമായിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. ക്ലാസ്സൊക്കെ ഒരുപാട് മിസ്സാവും അവന്. എനിക്ക് ജോലിയുടെ കാര്യത്തിലും ലീവൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ മക്കളുടെ കാര്യമ്പോൾ നമുക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ.